ബിസിനസ്സിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് യു ബിക്കം ഹു യു ഡ്രിങ്ക് കോഫി വിത്ത്. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത്. നമ്മളുടെ നെറ്റ്വർക്ക് എത്ര ഉണ്ടോ അത്രമാത്രം നമ്മുടെ നെറ്റ്വർത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കൂടെ ജോഗ് ചെയ്യുന്ന ആൾ നല്ല സ്പീഡിൽ നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജോഗിങ്ങിന്റെ സ്പീഡ് കൂടും. കാരണം അയാളുടെ സ്പീഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നടക്കാൻ തുടങ്ങും. Green Lives Coaching and Training Solution. ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആളുകളും അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലേ? യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത്. നമ്മളുടെ നെറ്റ്വർക്ക് എത്ര ഉണ്ടോ അത്രമാത്രം നമ്മുടെ നെറ്റ്വർത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ സാധാരണ പറയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഏറ്റവും അടുത്ത 10 സുഹൃത്തുക്കൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ 10 സുഹൃത്തുക്കളുടെ ഇൻകം ടാലി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, നമുക്ക് ഫൈനാൻഷ്യൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. 10 സുഹൃത്തുക്കളുടെ ഇൻകം ടാലി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഇൻകം അത്രേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി അതല്ല 10 ഫ്രണ്ട്സ് ചിലപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 7 ഫ്രണ്ട്സിന് എടുക്കുക, ഏറ്റവും അടുത്ത് 7 ഫ്രണ്ട്സിന് എടുക്കുക. ആ ഫ്രണ്ട്സിനെ എന്ത് ചെയ്യുക, അവരുടെ അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രേ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു എന്താ പറയുക ഒത്തിരി ഫണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ, ടോപ്പ് അച്ചീവർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കുള്ളൊരു മാർഗമാണ് എന്ത്, നമ്മളുടെ അസോസിയേഷൻ മാറ്റുക എന്നുള്ളത്. നമ്മൾ പുതിയ അസോസിയേഷനിലേക്കും പുതിയ നെറ്റ്വർക്കിലേക്കും പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇഫ് ഐ വാണ്ട് ടു ബി, ഇപ്പോൾ എനിക്ക് എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ് കോച്ച് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ലോകം അറിയപ്പെടുന്ന ബിസിനസ് കോച്ച് ആവണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി എന്താണ് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ആളുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഈസിയസ്റ്റ് വേ. ഇപ്പം നിങ്ങൾക്ക് 100 ബില്യൺ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 100 ബില്യൺ ഓൾറെഡി അച്ചീവ് ചെയ്ത ആളുകളായിട്ട് നെറ്റ്വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 6 പാക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഓൾറെഡി 6 പാക്ക് ഉള്ള ആളുകളൊപ്പം കൂടുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, 6 പാക്ക് വരും. നമ്മളൊരു ഡ്രീമേഴ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, രാവിലെ ജോഗിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗ്രൗണ്ടിലാണ് ജോഗ് ചെയ്യാൻ പോകല്ല. അപ്പോൾ ജോഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ സ്പീഡ് നടക്കുന്ന ആളെ ഞാൻ എന്ത് ചെയ്യും മനസ്സിൽ ടാർഗറ്റ് ചെയ്യും, ആളെ ബീറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പം നിങ്ങളെ കൂടെ ജോഗ് ചെയ്യുന്ന ആൾ നല്ല സ്പീഡിൽ നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജോഗിങ്ങിൻ്റെ സ്പീഡ് കൂടും. കാരണം അയാളുടെ സ്പീഡിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യും, നടക്കാൻ തുടങ്ങും. ഇനി നേരെ തിരിയും ചെയ്യും, അയാളെന്താവും നമ്മളെ സ്പീഡിലേക്ക് അല്ലെങ്കിൽ വരികയും ചെയ്യും. ചിലപ്പോൾ നല്ല സ്പീഡിൽ പോകുന്ന ആളേക്ക് നമ്മൾ ഭയങ്കര സ്ലോ വാക്കറാണെന്നുണ്ടെങ്കിൽ അയാൾ നമ്മളെ സ്പീഡിലേക്ക് വരുന്ന പോലെ ബിസിനസ്സിൽ ഇത് സംഭവിക്കും. നമ്മൾ ഒരു അസോസിയേറ്റ്, ഇപ്പം ഞാൻ കുറച്ച് കാലങ്ങളായിട്ട്, ഒരു വർഷത്തോളമായിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബിസിനസ് ഓണേഴ്സ് എന്താണ്, കൂടുതലും കുറച്ചും കൂടി ആദ്യം വളരെ ചെറിയ ബിസിനസ് ഓണേഴ്സിനാണ് ഞാൻ കോച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ വളരെ ചെറിയ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ അവർ സംസാരിക്കുന്നത് എന്താണ്, CRകളാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ് സംസാരിക്കുന്നത് 100 CRലേക്ക് എത്തണം, അല്ലെങ്കിൽ 10 കൊല്ലം കൊണ്ട് 1200 കോടി എത്തണം, അല്ലെങ്കിൽ 5 ലക്ഷം കോടി എത്തണം. ഇങ്ങനെ പല ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളുള്ളിലേക്ക് സാധനം കയറും. നമ്മൾ 1000കൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ 1000ൽ എത്തുള്ളൂ. നമ്മൾ ലാക്സുകൾ സംസാരിക്കുകയാണെങ്കിൽ ലാക്സുകളിലേക്ക് വരും. നമ്മൾ കോടികൾ സംസാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അറിയാതെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കും എന്ത് ചെയ്യും, ഈ സംഭവങ്ങൾ കയറും. അതുകൊണ്ടാണ് ബിസിനസ്സിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് യു ബിക്കം ഹു യു ഡ്രിങ്ക് കോഫി വിത്ത്. ഇത് ഇംഗ്ലീഷുകാർ പറയുന്ന ഒരു ടേമാണ്. നമ്മുടെ നാട്ടിൽ എന്താ ഇതിന് പറയാ, നമ്മളെ പണ്ടത്തെ ആൾക്കാരെന്താ നമ്മുടെ നാട്ടിൽ പറയാ, നമ്മളെ മലയാളത്തിൽ എന്താ പറയാ, ചന്ദനം ചാരിയാൽ ചന്ദനം മണുക്കുന്ന് പറയും അല്ലേ? ചന്ദനം ചാരി കഴിഞ്ഞാൽ ചന്ദനം മണുക്കുന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന ടേമാണ് യു ബിക്കം ഹു യു ഡ്രിങ്ക് കോഫി വിത്ത്. നിങ്ങൾ ആരെ കൂടെയാണോ കോഫി കുടിക്കുന്നത് അവരെ പോലെ നിങ്ങളായി മാറും എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്ഥിരമായിട്ട് കോഫി കുടിക്കുന്ന ആളുകൾ, നമ്മൾ സ്ഥിരമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്ന ആളുകൾ, നമ്മൾ സ്ഥിരമായി സിനിമയ്ക്ക് പോകുന്ന ആളുകൾ, നമ്മൾ സ്ഥിരമായിട്ട് ടൂർ പോകുന്ന ആളുകൾ, നമ്മൾ സ്ഥിരമായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകൾ, നമ്മൾ സ്ഥിരമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകൾ, നമ്മൾ സ്ഥിരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അവരെ പോലെ ആയിട്ട് നമ്മൾ ഗ്രാജുവലി മാറും. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ നല്ല ഇൻകമുള്ള ആളുണ്ടെങ്കിൽ നമ്മളും എന്ത് ചെയ്യും, അതിലേക്ക് നമുക്ക് അതുപോലെ ആവാൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അയാളുടെ ഡ്രീം, അയാളുടെ എന്താ പറയുക പാഷൻ, അയാളുടെ എന്തൂസിയാസം, അയാളുടെ ഒപ്റ്റിമിസം, അയാളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം നമ്മളിലേക്കും എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ അത് നേരെ നെഗറ്റീവും സ്പ്രെഡ് ചെയ്യും. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അയാളെപ്പോഴും എന്താ പറയുക, പ്രയാസങ്ങൾ പറയുന്ന ആള്, ബുദ്ധിമുട്ടുകൾ പറയുന്ന ആള്, കഷ്ടപ്പാട് പറയുന്ന ആള്, സങ്കടം പറയുന്ന ആള്, എക്കണോമിക് ക്രൈസിസ് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ എപ്പോഴും ഗവൺമെന്റിന് കുറ്റം പറയുന്ന ആളുകൾ,
ഇങ്ങനെ എന്താ പറയുക, രാജ്യത്തെയും ലോകത്തെയും ശപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താവും? അങ്ങനെയാവും അല്ലേ? വി ബിക്കം അവർ അസോസിയേഷൻ, നമ്മളുടെ അസോസിയേഷൻ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ടുള്ള പോസിബിലിറ്റി മൈൻഡ് സെറ്റുള്ള ഡ്രീമേഴ്സ് ആയിട്ടുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യണം, അവരായിട്ട് ലിങ്ക് ചെയ്യണം, അവരായിട്ട് നെറ്റ്വർക്ക് ചെയ്യണം. നെറ്റ്വർക്ക് ചെയ്യാൻ ആരെങ്കിലുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യല്ല, നമുക്ക് ആവശ്യമുള്ള ആളുകളെ ചൂസ് ചെയ്തിട്ട് നെറ്റ്വർക്ക് ചെയ്യണം. അവിടെയാണ് ഒരു ബിസിനസ്സുകാരൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ. Green Lives Coaching and Training Solution.